നമസ്കാരം. പ്രധാന വാർത്തകൾ. തെഹൽക്ക ലൈംഗികാരോപണ കേസിലെ പ്രതി തരുൺ തേജ്പാൽ ഒളിവിൽ. കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് തേജ്പാൽ ഒളിവിൽ പോയത്. തേജ്പാലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഗോവ പോലീസ് ന്യൂഡൽഹിയിലെ വസതിയിലെത്തിയപ്പോഴാണ് ഒളിവിൽ പോയതായി കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനാലാണ് അറസ്റ്റ് വാറന്റ്. തേജ്പാലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ വീട്ടുകാരും തയ്യാറായില്ല. തുടർന്ന് 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിനു ശേഷം പോലീസ് മടങ്ങി. ഹിമാചൽ പ്രദേശിലെ വസതിയിലേക്കായിരിക്കാം തേജ്പാൽ മാറിയിരിക്കുന്നതെന്നും തേജ്പാലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തേജ്പാൽ ഗോവ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന കേസിൽ ഇറ്റാലിയൻ നാവികർക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ ആഭ്യന്തര മന്ത്രാലയം നിയമോപദേശം തേടി. നാവികരെ സുവ നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് NIA അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് അറ്റോർണി ജനറലിനോട് നിയമോപദേശം തേടിയത്. 2012 ഫെബ്രുവരി 15-നാണ് എൻട്രിക്ക ലെക്സി എന്ന ഇറ്റാലിയൻ കപ്പലിലെ സുരക്ഷാ ഭടന്മാർ നീണ്ടുകരയ്ക്ക് സമീപം കടലിൽ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്നത്. ഇറ്റലി എതിർത്തിട്ടും കേസ് അന്വേഷിക്കാൻ സുപ്രീം കോടതി ദേശീയ അന്വേഷണ ഏജൻസിയെ അനുവദിക്കുകയായിരുന്നു. കേസ് അന്വേഷിക്കാൻ NIAക്ക് അധികാരമില്ലെന്നും CBI അന്വേഷിക്കണമെന്നുമായിരുന്നു ഇറ്റലിയുടെ വാദം. സമുദ്ര സഞ്ചാരത്തിലെ സുരക്ഷയ്ക്കെതിരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താനുള്ളതാണ് സുവ. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കാസർഗോട്ട് ആരംഭിച്ചു. 6908 പരാതികളാണ് ഇന്ന് പരിഗണിക്കുന്നത്. 301 അപേക്ഷകരെ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മുൻകൂട്ടി അപേക്ഷ നൽകാത്തവരിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുകയും പരാതിക്കാരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജനസമ്പർക്ക പരിപാടി നടക്കുന്ന വിദ്യാനഗർ സ്റ്റേഡിയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജനസമ്പർക്ക പരിപാടിയുടെ വേദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി S. സുരേന്ദ്രൻ ചേരുന്നു. സുരേന്ദ്രൻ, ഇതുവരെ എത്ര പരാതികളാണ് മുഖ്യമന്ത്രി നേരിട്ട് പരിഹരിച്ചത്? ഹലോ സാം, ഇതുവരെ മുഖ്യമന്ത്രി 100ഓളം പരാതികൾ പരിഗണനയ്ക്കെടുത്തു. ഇതിൽ 50-ൽ പരം ആളുകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാവിലെ 9 മണിയോടെയാണ് പരിപാടി ആരംഭിച്ചത്. പരിപാടി നടക്കുന്ന കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയം വൻ ജനസമുദ്രമായിരിക്കുകയാണ്. വിദ്യാനഗറിൽ നിന്ന് മുനിസിപ്പൽ സ്റ്റേഡിയം വരെയുള്ള റോഡുകളും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 6908 പേരെ പരാതികളാണ് ജനസമ്പർക്ക പരിപാടിയിലേക്ക് ലഭിച്ചിരുന്നത്. ഇതിൽ 301 ആളുകളെ പരാതിക്കാരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയും പരാതികൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നതാണ്. കൂടുതൽ പരാതികളും വീട്ടു നമ്പർ, BPL കാർഡ് അനുവദിക്കൽ, വായ്പ എഴുതിത്തള്ളൽ, പട്ടയം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നൽകിയിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതരും സഹായം തേടി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പരാതി നൽകിയവർക്ക് പുറമെ നേരത്തെ പരാതി നൽകിയിട്ടുള്ളതിന്റെ 10 മടങ്ങ് ആളുകൾ ഇന്ന് പരിപാടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നും ഇത്തരത്തിലെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. രാത്രി ഏകദേശം 9 മണിവരെ ജനസമ്പർക്ക പരിപാടി തുടരുന്നതാണ്. ജനസമ്പർക്ക പരിപാടി തുടർന്ന് വിദ്യാനഗർ മുതൽ പരിപാടി നടക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയം വരെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ 1500-ൽ പരം പോലീസുകാർ സ്ഥലത്തുണ്ട്. ജനസമ്പർക്ക പരിപാടിയുടെ വേദിയിലേക്ക് LDF പ്രവർത്തകർ നേരത്തെ പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ വേദിക്ക് 50 മീറ്റർ അകലെ പോലീസ് പ്രകടനം തടഞ്ഞു. പരിപാടി സുഗമമായി തുടരുകയാണ്. നന്ദി സുരേന്ദ്രൻ. കാസർഗോട്ട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി S. സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന പ്ലീനത്തിന്റെ സമാപന ദിവസമായി ഇന്ന് നടക്കുന്ന റാലിയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ പങ്കെടുക്കില്ല. രാവിലെ തന്നെ VS തിരുവനന്തപുരത്തേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്നാണ് മടങ്ങുന്നതെന്ന് വിശദീകരണം. വൈകുന്നേരം 4-ന് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലാണ് പ്ലീനം റാലിയും പൊതുസമ്മേളനവും നടക്കുക. പാലക്കാട് ജില്ലയിലെ 1800ഓളം ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകർ റാലിക്കെത്തും. ജില്ലയിലെ 15 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലായുള്ള 1726 ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 100 പേർ വീതം റാലിക്ക് എത്തണമെന്നാണ് നിർദ്ദേശം.
കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച പശ്ചിമഘട്ട ഉന്നതാധികാര സമിതി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് തെളിവെടുപ്പ് തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രാവിലെയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കൺവീനറായ സമിതി പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സംഘടനകളുടെയും പരാതികൾ കേൾക്കും. മണ്ണാർക്കാട് താലൂക്കിൽപ്പെടുന്ന അട്ടപ്പാടിയിലെ 6 വില്ലേജുകൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം സോൺ 1-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറാനിൽ ആണവ കേന്ദ്രത്തിനു സമീപം ഭൂകമ്പമുണ്ടായതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. 8 പേർ മരിച്ചെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിച്ചർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തി. റഷ്യൻ നിർമ്മിത ആണവ റിയാക്ടർ സ്ഥാപിച്ചിട്ടുള്ള ബഷറിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ബൊറസ്ജാൻ മേഖലയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ബഷർ പ്ലാന്റിന്റെ സുരക്ഷയെക്കുറിച്ച് അയൽ രാജ്യങ്ങളായ അറബ് രാഷ്ട്രങ്ങൾ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വലിയ ഭൂകമ്പമുണ്ടായാൽ റേഡിയോ ആക്റ്റീവ് ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയും അവർ ഉന്നയിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ യൂണിസെഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. തെക്കേ ഏഷ്യയിലെ ശുചിത്വ മിഷന്റെ മുഖമായാണ് സച്ചിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീവിതത്തിൽ തന്റെ 2ാം ഇന്നിംഗ്സ് ഇതോടെ തുടങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ച സച്ചിൻ ആളുകൾക്ക് ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ തനിക്ക് ആവുന്നതെല്ലാം ചെയ്യുമെന്നും പറഞ്ഞു. I'm looking forward to be an ambassador for UNICEF and serve to the best of my ability. This is an innings that is really important to me, so I will try my best. യൂണിസെഫുമായി സച്ചിന്റെ ബന്ധത്തിന് 8 വർഷത്തെ പഴക്കമുണ്ട്. 2 വർഷത്തേക്കാണ് പുതിയ കരാർ. ശുചിത്വമില്ലായ്മ കൊണ്ട് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും സച്ചിൻ അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. വിശദമായ വാർത്തകൾ ഇനി 1 മണിക്ക്. ദൂരദർശൻ വാർത്തകൾക്ക് ddmalayalam.org സന്ദർശിക്കുക. നമസ്കാരം.